യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സൗദിയിലെ തനി നാടൻ കൃഷി രീതിയെക്കുറിച്ച് കാണാനാണ്. പിന്നെ ചുറ്റും മരുഭൂമിയാണ്. മരുഭൂമി അരമണിക്കൂറോളം നടന്നതിന് ശേഷം പച്ചപ്പുള്ളൊരു പ്രദേശത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അപ്പുറത്തായി, ഈ മലക്കപ്പുറത്തായിട്ടാണ് തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ തോട്ടത്തിലെ കാഴ്ചകളിലോട്ടൊന്ന് പോയി. തോട്ടം തുടങ്ങുമ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച ഈ ആഴ്ച നാരങ്ങയാണ്. തോട്ടം ഇങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് അടിപൊളി തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഈ നാരങ്ങ അച്ചാറിടാൻ മാത്രം പറ്റുള്ളൂ. അച്ചാറിടാൻ പച്ചയാണെങ്കിൽ ലൈമടിക്കാം. മരുഭൂമിക്ക് ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു പച്ചപ്പ് കണ്ട പ്രദേശം എത്തിയിട്ട് നല്ല റാഹത്തുള്ള ഫീലിംഗ് ആണ്. പിന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. ഇതുവരെ വെയിലിങ്ങനെ മരുഭൂമി ഇങ്ങനെ ചൂടായി വരാന് അങ്ങനെ നല്ല തണുപ്പിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് നാട്ടിലോട്ട് എത്തിയൊരു ഫീലിങ് പച്ചപ്പ് കണ്ടപ്പോളേ. ഉമാമ്പയൊക്കെ ഇങ്ങനെ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. അനാറാണിത്. അനാറ് തോട്ടല്ല ഇത്. ഇവിടെ ഇങ്ങനെ ഉള്ളൊരോ അതിനുള്ളിലോട്ട് നാരങ്ങൻ്റെ അടിപൊളി തോട്ടം പോലും കാടാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴാണ് കണ്ടത്. എന്താ ഐറ്റം പയാണെന്ന് അറിയില്ല. ഇതിനെ പറ്റി അറിയണ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണം. നമ്മളെ നാട്ടില് നാരങ്ങ തോട് എന്നൊക്കെ പറഞ്ഞ മാതിരി നാരങ്ങന്റെ കാടാണ് വേണ്ടത്. നാരങ്ങ വീണിട്ട് ആർക്കും വേണ്ട. ഫുള്ള് നാരങ്ങ തോട്ടം. അതിന് ആ ഉള്ളിലോട്ട് എന്താ തണുപ്പെന്നറിയാം. സൂര്യൻ ഉദിച്ചത് ഇതിൻ്റെ ഉള്ളിൽ അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അടിപൊളി പ്രദേശം. അതിൽ കെട്ടിയേക്കുന്നത് മൊത്തം അനാറ് കൊണ്ടാണ്. ഇത് പോകുന്ന വഴിയിൽ കണ്ടൊരു തോട്ടാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഈത്തപ്പഴ മരങ്ങളുണ്ട്. ഇതിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ഈ കൈ വെട്ടിയതൊന്നും ക്ലിയർ അല്ല. പണി അറിയാത്തവർ വെട്ടിയിട്ടാണ് ഇങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ ഒരു വൃത്തിയില്ലാത്തത്. ഈത്തപ്പഴമൊക്കെ പൂക്കാനായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൂവിട്ടിട്ടുണ്ട്. കായ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തമായിട്ടും കായ്ച്ചിട്ട് നമുക്ക് ഒരു വരെ കൂടെ വരേണ്ടി വരും. ഇപ്പം നമ്മൾ കറന്ന് വന്നൊരു തോട്ടം അതാണ് ആ ഈത്തപ്പഴം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഭാഗത്തോട്ട് കൃഷി കാണുന്നുണ്ട്. ഫുള്ള് പുല്ലാണ്. ഒട്ടകത്തിന് പശുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പുൽകൃഷി ആണ് മുൻഭാഗത്തായിട്ട് കാണുന്നത്. ഈ കാണുന്ന മലക്കിപ്പുറത്തെ ഒരു തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാടൻ മരുഭൂമിയാണ്. ഇതാണ് സൗദി അറേബ്യൻ്റെ പുൽകൃഷിയുടെ രീതി. ഈ ട്രാക്ടറിൻ്റെ ടയർ വെച്ച ഈ പൈപ്പ് ലൈന് ഇതിൻ്റെ മധ്യഭാഗത്ത് നിന്നും ഇതിങ്ങനെ റൗണ്ടടിച്ച് കറങ്ങലാണ്. ഈ പ്രക്രിയയിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ കൃഷിക്കും വെള്ളം നൽകുന്നത്. ഇതിപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ് രണ്ടാമത് പുല്ല് മുളച്ചതായിട്ടാണ് തോന്നുന്നത്. ഈ ടയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അരയും ഇവിടെ ഒരു കാലും മുക്കാ റൗണ്ടിലാണ് ഈ ഒരു കൃഷിയുള്ളത്. പിന്നെ ഇതിൻ്റെ ഭാഗം മലയാണ്. മലയ്ക്ക് ഉള്ളിൽ അതിഭയാനകരമായ വലിയ പാറകളായിരിക്കാം. അതുകൊണ്ടാണ് ഇത് ഫുൾ റൗണ്ടിൽ കൃഷി ചെയ്യാത്തത്. നമ്മൾ തേടി വന്നിട്ടുള്ള തോട്ടത്തിലോട്ടാണ് പ്രവേശിക്കാൻ പോകുന്നത്. ഈ മരക്ക് താഴ്വാരത്തിലായിട്ട് ഫുള്ളായിട്ട് തോട്ടമാണ്. പലജാതി ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഏതായാലും കാഴ്ചയിലോട്ടൊന്ന് പോയി നോക്കാം. നടന്ന് നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കിളികളെ ശബ്ദമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് കിളികളെ ശബ്ദങ്ങളൊക്കെ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ നല്ല റാത്തുണ്ട്. തോട്ടത്തിൻ്റെ ഉള്ളിലെത്തിയോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ചുറ്റുഭാഗവും നല്ല തണുപ്പ്. ഈ ഒരു ഏരിയ കണ്ടാൽ ഇത് മരുഭൂമിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ഭാഗം മൊത്തമായിട്ടും കാടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. രക്ഷയില്ലട്ട സ്ഥലം. റെസ്റ്റ് ഏരിയ ആണ്. എന്താ തണുപ്പ്. ചൂടുകാലത്തിനായിരിക്കും ഒരു കൂളർ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ കണ്ടിട്ട് കൂളറിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ കണ്ടാലും ഒരിക്കലും ഇതൊരു മരുഭൂമിയാണെന്ന് പറയില്ല. ആ മലേൻ്റെ നേരെ ഇപ്പുറത്താണ് ഈ ഒരു ഭാഗമുള്ളത്. രണ്ട് വശവും
ഒരുപാട് കൃഷി ഐറ്റംസുകൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമ്മളെ സ്റ്റൈലിന് വെക്കുന്ന പനയാണെന്നാണ് തോന്നുന്നത്. ഒക്കെ വിൽക്കാനുള്ളതായിരിക്കണം. ഇതിനുള്ളിൽ ചെടിക്കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. സൂര്യപ്രകാശം തടയാനായിരിക്കണം ഇങ്ങനെ ഒരു കറുത്ത ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് തോട്ടാണ്. ഇതിൻ്റെ തുടക്ക ഭാഗം അത്തിപ്പഴമാണ്. അത്തിപ്പഴത്തിൻ്റെ തൈകളാണ് ഈ കാണുന്നതൊക്കെ. മെയിനായിട്ടും തൈകൾ കച്ചവടമാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് തോന്നുന്നത്. പുറത്തൊരു വണ്ടി വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കുള്ള കച്ചവട തിരക്കിലാണ് ആളുകളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ മുന്തിരി. മുന്തിരി കേരള में बात हो रहा है. മുന്തിരിന്റെ തൈകൾ വിൽപ്പനയാണ് നടക്കുന്നത്. ഈ കണ്ട കാട് മൊത്തം ഇതേപോലെ കൃഷി രീതികളാണ്. ഇത് എന്തൊക്കെയാന്നുള്ളത് അടുത്ത് ചെന്ന് കഴിഞ്ഞാലാണ് അറിയുള്ളൂ. അത്തിത്തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അനാറിന്റെ തൈകളാണ്. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് തൈകളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അനാറിന് പുറമേ ഉള്ളത് പിന്നെ മാൽബറിയാണ്. മാൽബറിന്റെ തൈകൾ നല്ല അടിപൊളി തൈകളാണ്. മാഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞ നാരങ്ങ ഐറ്റംസിന്റെ തൈയാണ്. കൂടുതലും സൗദികൾ സ്റ്റൈലിനാണ് വീട്ടുമുറ്റത്ത് വെക്കാറ്. പിന്നെ അത് അച്ചാറിടാനേ പറ്റുള്ളൂ. ഇതിൽ തന്നെ കായ്ച്ച ഐറ്റംസുകളുണ്ട്. ഇതൊക്കെ ഹൈബ്രിഡ് ഐറ്റം തൈകളാണ്. അത്തിപ്പഴം കമ്പ് വെച്ചാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അത്തിപ്പഴം കമ്പ് വെച്ചാണ് പിടിപ്പിക്കുന്നത്. ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട്. ചെറിയ നേരത്തെ തന്നെ കായ്ച്ചിട്ടുണ്ട് സാധനം. ചെറിയ കമ്പ് തന്നെ സാധനം കായ്ച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഇതിൽ വന്നിട്ടുള്ളത് സാധനമാണ്. അത്തിപ്പഴം വന്നതിന് ശേഷമാണ് ഈ മരത്തിലൊക്കെ ഇല വന്നിട്ടുള്ളത്. കൃഷിയുടെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ചെടികളാണ്. ചെടികളിൽ ആദ്യം തുടങ്ങേണ്ട കാക്ടസിലെ ഐറ്റംസുകളാണ്. ഇതൊക്കെ വീട്ടുമുറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഐറ്റംസുകളാണ്. ഈ ഒരു ഐറ്റംസിൻ്റെ പേര് എനിക്കറിയില്ല. ആരാണ് ആളുകളുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നാട്ടിലൊക്കെ വീട്ടുമുറ്റത്ത് വെക്കുന്ന ഒരു ഐറ്റം സാധനമാണ്. കൃഷി ഭാഗം കഴിഞ്ഞ് ചെടിയിലോട്ട് വരുമ്പോൾ നല്ല പല പല ഐറ്റംസ് റോസ് ചെടികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. റോസിൻ്റെ കമ്പുകൾ പല പല കളറിൽ ഈ ഭാഗത്തുണ്ട് കേട്ടോ. പിന്നെ ആ നേരെ കാണുന്ന ആ വളഞ്ഞു നിൽക്കണ ഈ ഒരു കമ്പെന്ന് പറയുന്നത് മുന്തിരിൻ്റെ വള്ളിയാണ്. എനിക്ക് കൊണ്ട് ഓഫ് സീസൺ ആണെന്നാണ്. സീസൺ എന്ന് പറഞ്ഞാൽ ചൂടുകാലം തുടങ്ങുമ്പോൾ കൃഷി തുടങ്ങും. നല്ല അടിപൊളി റോസ് കമ്പുകൾ കച്ചവടത്തിനുള്ള സാധനങ്ങളാണ്. അതാണ് ചട്ടിയിൽ ഇത്ര സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ളത്. ഇന്നലൊക്കെ മുന്തിരി ഉണ്ടായി തുടങ്ങുന്നുണ്ട്. മുന്തിരിയുടെ ആരംഭമാണ്. നല്ല അടിപൊളിയും മുട്ടിക്കാൻ വള്ളികളാണ്. കാലങ്ങളോളായിട്ട് മതിൽ പിടിപ്പിച്ച വള്ളികരായിക്കണതൊക്കെ. മുന്തിരി വള്ളി കൊണ്ടാണ് ഈ ഒരു വളപ്പ് കെട്ടിയിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ മൊത്തം റോസുകളാണ്. പല പല കളറിലുള്ള റോസുകൾ ഈ ഭാഗത്തായിട്ടുണ്ട്. ഇതെന്തിൻ്റെ മേലാന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ ഒരു ഐറ്റംസ്. ഇതൊക്കെ ചെടികളിൽ പെട്ട ഐറ്റംസുകളാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ. നമ്മുടെ നാട്ടിലെ ഇലമുളച്ചിയുടെ അതേ ഒരു സാദൃശ്യമുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇല മുളച്ച് വരുന്നുണ്ട്. എനിക്ക് കൊണ്ട് ഇലമുളച്ചിൻ്റെ ഒരു ഐറ്റംസ് സാധനമാണെന്നാണ്. ഇത് എനിക്ക് കൊണ്ട് സൗദി അറേബ്യയിലെ നീലക്കുറിഞ്ഞിയാണെന്നാണ് ഒരു ഡൗട്ടുണ്ട്. കാരണം വേറെ ഓടിയ ഒരു ഐറ്റംസ് കണ്ടിട്ടില്ല. ഇതൊരു ഐറ്റംസ് ചെടിയാണ്. ഇവിടെയുള്ള ഐറ്റംസുകളൊക്കെ കാണാത്ത ഐറ്റംസുകളാണ്. പിന്നെ വലിയ റോസ് വിരിഞ്ഞിരിപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ റോസിൻ്റെ സെക്ഷൻ തന്നെയാണ്. ആര്യവേപ്പിൻ്റെ സെക്ഷന് പെട്ടതാ. ആര്യവേപ്പ് പോലത്തെ ഒരു ഐറ്റാണ് ഇത്. ആര്യവേപ്പ് അല്ല എന്നാ പറഞ്ഞത്. നിങ്ങളോട് നാട്ടിലോടെ? അരീക്കോടാ. അരീക്കോടുള്ള ഒരാള് ഇവിടെ ഉണ്ട്. ഞാൻ മമ്പുറം. നമുക്ക് ആര്യവേപ്പിൻ്റെ തന്നെ 3
ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ പുതിയ വീടുകളൊക്കെ വെക്കുമ്പോൾ മുറ്റത്ത് ഭംഗിക്ക് വെക്കണത്, വീടിൻ്റെ സൈഡിലായിട്ട് തണലിന് വെക്കുന്നതൊക്കെ ഐറ്റംസ് ആയിട്ടുള്ള മരങ്ങളാണ് ഈ ആര്യവേപ്പ് കയറിൻ്റെ. നമ്മളവിടെ നിന്ന് ആര്യവേപ്പ് ഇപ്പോഴൊക്കെ നട്ടുപിടിപ്പിക്കലുണ്ട്, പണ്ടൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പുതിയ വീട് വെക്കുമ്പോൾ ഈ മരങ്ങൾ വെക്കും. പൊതീന കച്ചവടത്തിനുള്ള പൊതീനയാണ് ഈ കാണുന്നത്. നല്ല പൊതീനൻ്റെ തൈ, നല്ല ഇളം തൈകളാണ്. അത്തി, മുന്തിരി, ജൈത്തൂണ്, നാരങ്ങ ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള കൃഷികളെ. अंजीर मतलब तीन हाँ, हमारा उधर अंजीर बोलता है. ഹിന്ദിയിൽ അഞ്ചീറെന്നും അറബിയിൽ തീനും, നമ്മളെ നാട്ടിൽ അത്തിപ്പഴം എന്ന് പറയുന്ന തൈകളാണ് ഈ ഭാഗത്ത് മൊത്തമായിട്ടും കാണാൻ പറ്റുന്നത്. അലങ്കാരത്തിനുള്ള ചെടികളുണ്ട്. ആ ജായക ഇത് റോസ് പോലത്തെ ഒരു ഐറ്റം മുല്ലയാണ് കേട്ടോ. റോസ് തന്നെയാണ്, പക്ഷെ നമ്മളെ മുല്ലന്റെ കണത്തിലാണ് ഇതിന്റെ ഇലകളുള്ളത്. പക്ഷെ പൂവ് റോസ് ടൈപ്പാണ്, അതായത് ഹൈബ്രിഡ് ടൈപ്പാണ്. നല്ല അടിപൊളി തൈകളാണ്. നല്ല മുല്ലമുട്ട് എന്നൊക്കെ പറയുന്ന മുട്ട ഇതായിരിക്കും. നമ്മളെ നാട്ടിലത്തെ മുല്ല ഇങ്ങനെ റോസ് ടൈപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുള്ളില്ല, നമ്മളെ നാട്ടിലെ മുല്ല പോലത്തെ ഇലയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്മെല്ലിന്റെ കാര്യം ഒന്ന് നോക്കണം. ഓ മാരക സ്മെല്ലാട്ടോ സാധനം. പുറത്തേക്ക് സാധനം കയറ്റി പോയി കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ തോട്ടാണ് ഈ കാണുന്നത്. ഞാൻ ഇത്രയും വലിയ തോട്ടാണ് ഇതിൻ്റെ ഉള്ളിലെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ ഒരു മലയാളി ജോലിക്കുണ്ട്, അതേപോലെ ഈ വണ്ടിൻ്റെ ഡ്രൈവറും മലയാളിയാണ്, ഭയങ്കരക്കാരനാണെന്ന് പറഞ്ഞു കേട്ടോ. നല്ല പൂവുകൾ, അതേപോലെ ഈ പൂവിനുള്ളില് മാൾബറിന്റെ വലിയൊരു മരം തന്നെ കിടപ്പാണ്. ഞാൻ അപ്പോഴത് കണ്ടത്. ഒത്തിരി മാൾബറി ഉണ്ട് കേട്ടോ ഈ മരത്തില്. മാൾബറിന്റെ വെടുകൂറ്റന്മാരാണ്. കൃഷി സെക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇവിടുത്തെ ജീവികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാ ഐറ്റംസുകളും ഇവിടെ കാണുന്നുണ്ട്. കോഴിക്കളുണ്ട്, നാടൻ കോഴിക്കൾ, പൂവന്, പട, താറാവ്, കുളിക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങേപ്പുറത്ത് ഒട്ടകപക്ഷി ആണോ അതോ യമു ആണോ? യമു है क्या जी? ऊट पक्षी है. ഒട്ടകപക്ഷിയാണ് കേട്ടത്. ഒട്ടകപക്ഷീന്റെ മുട്ടകളൊക്കെ അതിനുള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ അരവരേക്കും എന്റെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. इधर इधर देखा अंडा निकालेगा. इधर आ इधर देखो, इधर ओए तुम लोग किधर आओ. अंडा इधर है क्या? उधर है. ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒട്ടകപക്ഷി മുട്ട ഇട്ടിട്ടുണ്ട്. इसमें लड़का लड़की है क्या जी? लड़की है, ये काला वाला लड़का. ഈ കാണുന്ന 3 പെണ്ണും ഇത് ഈ കാണുന്നത് ആണുമാണ്. വലിയ കണ്ണൊക്കെ ഉണ്ടാക്കാം. അതിന് പേടിയില്ല, നമ്മക്കാണ് പേടി. ഒട്ടകപക്ഷിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്നുള്ളത്. ക്യാമറക്ക് സെറ്റായിട്ട് നിന്ന് തരുന്നുണ്ട്. ഒട്ടകപക്ഷിന്റെ മുട്ടയാണത്. 50 റിയാൽ. 50 രൂപയാണ് ഒരു മുട്ടന്റെ വില. 50 റിയാല് നാട്ടിൽ ഏകദേശം 1000-1200 റേഞ്ച് വരും. इसको हीटर में लगाएगा तो होगा क्या पक्की? अच्छा, ഹീറ്ററിനെ വെച്ച് ഒട്ടകപക്ഷിയെ വിരിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയണ്ടേ.
ढले नहीं होते देखिए बना कर अच्छी करिए सबके को ये धर दिया ले 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 हो गया गोरा है गोरा का हाँ हाँ उधर है हाँ കുതിരയാണ്, രണ്ടും കുതിരയാണ്. ഇതമ്മ, ഇത് മകള്, 1 വയസ്സുള്ള മകളും മകളമ്മയാണ്. കുതിര അതിനപ്പുറത്തായിട്ട് ആട് ഫാമാണ്. വെറൈറ്റി ആടുകളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ആ മരുഭൂമിയിലെ കോഴിക്കളാണ്, നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഒട്ടകപക്ഷി അവിടെ നിന്ന് കണ്ട് ശബ്ദം ഉണ്ടാക്കണ്ടേ, പേടിപ്പിക്കണുണ്ട് കേട്ടോ നമ്മളെ. അരയന്ന അല്ലെങ്കിൽ താറാവിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഐറ്റാണ്, നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഇനി തോട്ടത്തില് ബാക്കിയുള്ളത് പിന്നെ പൂത്തു നിൽക്കുന്ന തമറാണ്. അപ്പോൾ തമറിനപ്പുറം ഒരുപാട് കൃഷികളുണ്ട്. അപ്പോൾ തമറായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോവാന്നാ പറഞ്ഞത്. പിന്നെ തോട്ടത്തിൽ വന്നതിന് ഒട്ടകപക്ഷിന്റെ ഒരു മുട്ടയും തന്നിട്ടുണ്ട്. ഇന്ന് ഒട്ടകപക്ഷിന്റെ മുട്ട ഫ്രൈ ആയിരിക്കും. വെള്ളിയാഴ്ച ദിവസമാണ്, അപ്പോൾ ജുമ്മ കഴിഞ്ഞ് മുട്ട ഫ്രൈ അടിക്കണം എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തോട്ടത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണും.